LDF സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും അതിൽ അതൃപ്തിയുണ്ടെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF അടിച്ചുകയറി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ആഗ്രഹം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശരിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി അദ്ദേഹം ഒരു ശുദ്ധനാണപ്പോ. പിന്നെ വല്ലതും കാണാതെ പറയുന്നു അതിന് ആഫീസ് ശരിയല്ല. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആഫീസ് ശരിയല്ല. ശശി വലിയ വിവാദ പുരുഷനാണ്. പറയുന്നത് എനിക്ക് ഭയമൊന്നുമില്ല. പണ്ട് വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്, പിന്നാലെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ വിവാദ പുരുഷന്മാർ എന്തിനു വെച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം അവരുടെ പാർട്ടിക്കാരുടെ തന്നെ ചോദിക്കണം. പാർട്ടി ഓഫീസ് തീരുമാനിക്കുന്നതല്ലേ നടക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും ആലപ്പുഴ തന്നെ അതിൻ്റെ പ്രവർത്തന രീതിയിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമാണ്. UDF അടിച്ചു കയറുകയല്ലേ അവർ. UDF ഭരണം വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. പെട്ടി പൊട്ടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും. ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും വേണമെന്ന് പറയും. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് ലീഗ് പറയുന്നതെന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം? ഉന്മേഷ്, UDFന്റെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ഇന്ന് പുറത്തു വന്ന ലീഗിന്റെ പ്രതികരണം അത് VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമായിരുന്നു. അതിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതിന്റെ പാർലമെന്ററി കാര്യ പാർട്ടിയൊക്കെ ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അതിൽ അഭിപ്രായം പറയാൻ ലീഗിന് എന്ത് അധികാരം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ഒപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ ആളുകൾ നേർച്ച നേർന്നും ഹോമം നടത്തിയും തുലാഭാരം നടത്തിയും നടക്കുന്നുണ്ട്. KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും VD സതീശനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമായിരുന്നു. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കടുത്ത പോരായ്മയുണ്ടായെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം CPM പിന്നോട്ട് പോയപ്പോൾ UDF ഇവിടെ വലിയ തോതിൽ മുന്നോട്ട് വന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും UDFന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, UDFന് അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് എല്ലാ തവണയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തണമെന്നില്ല. അത് ചില മാറ്റങ്ങൾ ഉണ്ടാകും. UDF അധികാരത്തിൽ വരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആകുമെന്നും അവിടെ മതാധിപത്യമാകും കേരളത്തെ ഭരിക്കുന്നതെന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നു. പതിവ് പോലെ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നത്തെയും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.